എന്തൊക്കെയുണ്ട്? നമ്മുടെ പ്രശ്നങ്ങളെ ഒന്നും നമ്മൾ വലുതാക്കി കാണാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണല്ലോ നമ്മളൊരു നിലയിൽ എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ എങ്ങും എത്തിച്ചേരാനും പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാം നമ്മൾ തരണം ചെയ്യാൻ ശീലിക്കണം. പിന്നെ നമ്മൾ കുറേ ഈഗോയും കുറേ മുൻകോപവും ഒക്കെ കൊണ്ട് നമ്മൾ ജീവിച്ചത് കൊണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. അത് നമുക്ക് മറ്റുള്ളവരുടെ മുന്നേ ജയിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു അടവാണ്. ആ ഈഗോയും കൊണ്ടോ ആ മത്സരങ്ങൾ കൊണ്ടോ ഒന്നും നമ്മൾ ആരും ഒരിടത്തും എത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നല്ല മനസ്സോടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പോരായ്മകളെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അവിടെ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അവിടെ ഒരു ജീവിത വിജയം ഉണ്ടാവൂ. ഞാൻ വിളക്ക് കൊളുത്തുമ്പോൾ നാമം ചെല്ലുന്നത് എന്തിനാ? ഓം ശിവം ഭവതി കല്യാണമായിരാരോഗ്യവർദ്ധനം ഓം മമബുദ്ധി പ്രകാശായ ദീപോർജ്യോതിർനമോ നമഃ പ്രതിഷ്ഠപാപനാശായാം പ്രതിഷ്ഠഫലസിദ്ധേ കൃതീപം കരോമീശ പ്രസീത ലോകനായിക. ലോകനായകനേക്കായി വലുതായിട്ട് ആരുമില്ലല്ലോ, മനുഷ്യരില്ലല്ലോ.